ഒരു സംഘമാണ് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം കുന്താപുരയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘമാണ്. അപ്പോൾ ഇതിനുള്ളിൽ എങ്ങനെയാണ് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ അടിഞ്ഞു കിടക്കുന്നുണ്ടോ ആ വിവരങ്ങളൊന്നും അറിയില്ല. അവിടെ ചെന്ന് നോക്കിയാലേ കഴിയുള്ളൂ. പക്ഷേ ഈ സംഘത്തലവനായ ഈശ്വർ മൽപ്പ ഇപ്പോൾ പറഞ്ഞത്, മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഇതിനുള്ളിൽ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടപ്പുണ്ട്. ഈ മണ്ണിടിച്ചിനെ തുടർന്ന് വലിയ മരങ്ങളും കമ്പികളും എല്ലാം വന്നടിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് തങ്ങൾക്ക് ഉറപ്പില്ല. ഈ കൊളുത്ത് അതിനുള്ളിലേക്ക് ഇട്ട് അത് ലോറിയിൽ ഘടിപ്പിക്കുക, അത് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടത്തുക എന്നത് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത തേടുകയാണ്, ഇവരുടെ കൂടി സഹായം തേടുകയാണ്. മാത്രമല്ല ഈ ഫ്ലോട്ടിംഗ് പ്രതലം എത്തിക്കഴിഞ്ഞാൽ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഗോവയിൽ നിന്നോ കാർവാറിൽ നിന്നോ അത് ലഭ്യമാകുമോ എന്ന് ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ ലഭ്യമായിട്ടില്ല. അങ്ങനെ ഇരിക്കെ അത് കൊണ്ടുവന്നാൽ, അത് കിട്ടിക്കഴിഞ്ഞ് അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അത് ഈ പുഴയിൽ, ഗംഗാവലി പുഴയിൽ ഉറപ്പിക്കാനുള്ള സഹായം ഇവരിൽ നിന്ന് തേടും. അതായത് നാവികസേനയും ഈ സംഘവും ചേർന്നായിരിക്കും അത് ഉറപ്പിക്കുക. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് ഇറങ്ങി ഈ കൊളുത്ത് ഘടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൈവ് ചെയ്യാൻ ഇവർക്ക് കഴിയുമോ, ഇവരെ ജീവൻ അപകടത്തിലാക്കി ഇവരെ അതിന് അനുവദിക്കണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാവികസേനയും ജില്ലാ ഭരണകൂടവുമായിരിക്കും തീരുമാനിക്കുക. ഇപ്പോൾ അതിൽ ഇവരെ അങ്ങോട്ടേക്ക് വിടുകയാണ്. ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങും. അതിനുശേഷം ഇവർ പരിശോധിക്കും അവർക്ക് ഇറങ്ങാൻ കഴിയുമോ എന്ന്. ഇവർ ഓക്കെ ആണെങ്കിൽ, ഇവരെല്ലാം തന്നെ തയ്യാറാണെങ്കിൽ നാവികസേനയുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് ഇവരെ ഇറക്കാനാണ് ഇപ്പോഴത്തെ ആലോചനയുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തടസ്സങ്ങൾ കൂടുതലാണ് അടിയിലേക്ക് ഇറങ്ങുമ്പോഴെങ്കിൽ അത് പ്രായോഗികമാകില്ല. പക്ഷെ ഒരു പരീക്ഷണം നടത്തുകയാണ് ഇപ്പോൾ രജനി.